കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നു ഗുരുവായൂരപ്പൻ എന്ന് വെച്ച പൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായി നടന്നു. പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിലാ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. നല്ല സന്തോഷം കൊണ്ട് അത്ര ഭംഗിയായിട്ടാ ചാർത്തിരിക്കണത്. തിലകത്തൊക്കെ നോക്കിയാൽ കാണാൻ നല്ല രസമായിട്ട്. പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് ശ്രീലകത്ത് കുവലയാപീഠത്തിനെ കൊല്ലണ ആ ഭാവത്തിലാണ് നിൽക്കുന്നത്. കുവലയാപീഠം എന്ന് പറഞ്ഞാൽ കംസൻ്റെ ആനയാണ്. കംസൻ ഈ പൊന്നുണ്ണി കാണാൻ വരുന്ന സമയത്ത് തടുക്കാൻ വേണ്ടിയിട്ട് കുവലയാപീഠത്തിന് മുന്നിൽ നിർത്തിക്കുക, ഗോപുരത്തിൻ്റെ അവിടെ. ആ ആനേനെ മർദ്ദിക്കണ ഭാവത്തിലുള്ള അലങ്കാരമാണെന്ന് ശ്രീലകത്ത്. എന്ത് ഭംഗിയായിട്ട് അറിയോ ചാർത്തിരിക്കണത്. നല്ല കൗതുകമുണ്ട് കാണാൻ. ഒരു ആന അതാ ഇങ്ങനെ വീണ് ഇങ്ങനെ അവശനായിട്ട് ഇങ്ങനെ താഴത്തേക്ക് അമർന്ന് കിടക്കുകയാണ് ഒരു ആന, കുവലയാപീഠം ആന. ആ ആനയുടെ തുമ്പിക്കൈൻ്റെ മുകളിൽ വലത്തെ കാല് ചവിട്ടിയിട്ടുണ്ട്, ഇടത്തെ കാല് ആനയുടെ മസ്തകത്തിലും ചവിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ പൊന്നുണ്ണി കണ്ണൻ്റെ നിപ്പ്. ആ രണ്ട് കുഞ്ഞിക്കാലുമിൽ അതാ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. ചുവന്ന പട്ട്, പച്ചക്കറിയോടുള്ള നല്ല ഭംഗിയുള്ള ചുവന്ന പട്ട്, കസവോട് കൂടിയുള്ള പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്, ഗോപന്മാർ എടുക്കണ പോലെ. അരയിലേക്ക് ഇങ്ങനെ കാണാണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ടുമാല, ഒരു പതക്കം, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. രണ്ട് കൈയോടുകൂടി ആ കുവലയാപീഠത്തിൻ്റെ രണ്ട് കൊമ്പ് വലിച്ചിങ്ങോട്ട് ഊരിയിട്ടുണ്ട്. ഇടത്തെ കയ്യിലെ കൊമ്പ് പൊക്കി പിടിച്ചിട്ടുണ്ട്, വലത്തെ കയ്യിലെ കൊമ്പ് വലത്ത് ഭാഗത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കുവലയാപീഠം എന്ന് പറഞ്ഞാൽ ആനയുടെ രണ്ട് കൊമ്പും വലിച്ചു വരുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് ചാർത്തി. എന്തൊരു ഭംഗിയറിയോ കാണാൻ. ഉണ്ണിക്കണ്ണനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ആ കുവലയാപീഠത്തിൻ്റെ മുകളിൽ കയറി നിന്ന് പുസ്തകത്തിന് മുകളിൽ ചവിട്ടിയിട്ടേ ആ നിപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇടത്തെ കാലോണ്ട് ഒരു ചവിട്ടുമ്പോൾ ആ ആന അങ്ങോട്ട് അവർ തന്നെയാണ് അവിടെ നല്ലത്, നല്ല പരിശാവറില്ല. അങ്ങനെ ആ രണ്ട് കൊമ്പ് ഊരി പിടിച്ചിട്ട് ഇപ്പോൾ വലത്തെ കാല് തുമ്പിക്കൈൻ്റെ മുകളിൽ അമർത്തി ചവിട്ടിയിട്ടുണ്ട്, ഇടത്തെ കാലം പുസ്തകത്തിലും ചവിട്ടിയിട്ടുണ്ട്. രണ്ട് കൊമ്പ് വലിച്ചു വരില്ല ആദ്യം കഴിഞ്ഞു. അത് രണ്ടും പൊക്കി പിടിച്ചിട്ട് മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. നല്ല ഭംഗിയാണ് കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമിൽ സ്വർണ്ണ ഗോപിയൊക്കെ ചാർത്തിയുണ്ട്. നല്ല കൗതുകമുണ്ട് ഉണ്ണിക്കണ്ണൻ്റെ മുഖം കാണാൻ. ഇതൊക്കെ നിസ്സാരം എന്നുള്ള ഭാവം. അങ്ങനെയാണ്. നല്ല കൗതുകത്തിൽ നമ്മളെ നോക്കി ചിരിക്കണമുണ്ട്. എങ്ങനെ ഉണ്ട് എന്നുള്ള ഭാവത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം. ഉണ്ണിക്കണ്ണൻ വെച്ചാൽ അനുപാത മോള് തൊട്ട് താഴ്ത്ത് വരെ ഒരേ അനുപാതത്തിൽ നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കണത്. നല്ല കൗതുകം ഉണ്ടാകും നിപ്പ് കാണാൻ തന്നെ. ആ അമർത്തി ചവിട്ടിയുള്ള നിപ്പ് കണ്ടാലേ നല്ല ശൗര്യത്തോടു കൂടി നാം ഭക്തന്മാരായ നമ്മുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോട് കൂടി നിൽക്കല ഉണ്ണിക്കണ്ണൻ. ഇളമകൊണ്ട് പിന്നെ കിരീടം പോലെ ചാർത്തി, അതിൻ്റെ മുകളിൽ 3 പീലിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. എല്ലാം ഭംഗിയുണ്ട് കാണാൻ. ഉണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിയോ നോട്ടോ എന്താ വെച്ചാൽ ആ ഭാവം നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ ഭക്തന്മാരായ നമ്മളെ സന്തോഷിപ്പിക്കും കാണാൻ. അത്ര രസമായിട്ട് ആ കോലയാപീഠത്തിന് മോക്ഷം കൊടുക്കുന്ന രംഗ ശ്രീലകത്ത് ചാർത്തിരിക്കണം. ഇങ്ങനെ വിവിധ രംഗങ്ങൾ ആ ശ്രീലകത്ത് ചാർത്തി. എന്തൊരു കൗതുകം അറിയോ കാണാൻ. നല്ല ഭംഗിയാണ് ചാർത്തിയത് കാണാൻ. നോക്കി നിന്ന് മനസ്സിലാവാതെ ഇരിക്കുക, അത്ര ഭംഗിയായിട്ടാണ്. നല്ല മനസ്സിലാവും. നല്ല ഭംഗിയായിട്ട് ആ കോലയാപീഠത്തിന് മോക്ഷം കൊടുക്കണം. ആ പൊന്നുണ്ണിക്കണ്ണനായിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ. നല്ല രസമാണ്. ആലോചിക്ക് കാണുമ്പം തന്നെ നല്ല സന്തോഷമാവും. തിരുമുടിമാലകൾ 2 എണ്ണമാണ് ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയായിട്ട് 2 തിരുമുടിമാല. തെച്ചിയും തുളസിയായിട്ട് തിരുമുടിമാല, വെളുത്ത പൂവും തുളസിയായിട്ട് തിരുമുടിമാല. കഴുത്തിൽ നല്ല ഭംഗിയുടെ ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. തെച്ചി, തുളസി, വെളുത്ത പൂ ഇങ്ങനെ ഇടകലർന്ന നല്ല ഭംഗിയുടെ ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട്. ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് വിധാനമായിട്ട്. അതൊന്ന് താമര മാത്രമായിട്ട്, പിന്നെ തുളസിയും തെച്ചിയായിട്ടൊന്ന്, പിന്നെ താമരയും തുളസിയായിട്ടുള്ളതൊന്ന്, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ളൊരു 3 എണ്ണം, 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷമാവും. ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ കോലയാപീഠത്തിന് മോക്ഷം കൊടുക്കണ ആ രീതിയിലാണ് ഇപ്പോൾ കാണാൻ. നാരായണ അനുഗ്രഹിക്കണേ. മാതാവിന്നേരെ നന്നെ ഭയമൊടു അവളെ തൻ്റെ കുറ്റങ്ങൾ കേൾപ്പിച്ചോതിയിടും ഗോപിമാർ നേർക്കധികമരിശവും വൈരവും പൂണ്ടുകൊണ്ടും ശ്രീതാവും തൃക്കടക്കൺമിഴിയുടെ മുനയാൽ മാറി മാറി കടാക്ഷിച്ചേതാനും കണ്ണുനീരും കനലുടെ പൊരിയും ചിന്തി വാഴുന്ന കണ്ണൻ. ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ കോലയാപീഠത്തിന് മോക്ഷം കൊടുക്കണ രീതിയിലാണെന്ന് ശ്രീലകത്ത് ചാർത്തി. നല്ല ഭംഗിയുണ്ട്. ആ പൊന്നും ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദത്തിൽ അങ്ങനെ വീണ് നമസ്കരിക്കുക. 2 തൃപ്പാദം പിടിച്ചിട്ട് ആ തിരുമുഖം നോക്കി നമുക്ക് ഉറക്ക നാമം ജപിക്കാം. കണ്ണാ അനുഗ്രഹിക്കണേ, നാമം ജപിക്കാൻ തോന്നിക്കണേ.
മനസ്സിൽ വല്ല ഗർവോ എന്തെങ്കിലും ഉണ്ടൊക്കെ ശമിപ്പിച്ച് തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജപിക്കലേ നാമം. പൊന്നു ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.